എല്ലാവർക്കും SR കറിവെഡിലേക്ക് സ്വാഗതം. ഇന്ന് ബാച്ചിലേഴ്സിനും ടിഫിൻ ബോക്സിലും കൊടുത്തയക്കാൻ പറ്റിയ അടിപൊളി റൈസിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. ടൊമാറ്റോ റൈസ്. അപ്പോൾ നമുക്ക് റെസിപ്പിയിലേക്ക് പോയാലോ. അതിനായി ചൂടായ പാനിലേക്ക് 1 ടീസ്പൂൺ നെയ്യും 1 ടീസ്പൂൺ വെജിറ്റബിൾ ഓയിലും ഒഴിച്ചു കൊടുക്കാം. എണ്ണ നല്ലതുപോലെ ചൂടായതിനു ശേഷം അതിലേക്ക് 1/2 ടീസ്പൂൺ കടുക്, 1/2 ടീസ്പൂൺ ഉഴുന്ന്, 1/2 ടീസ്പൂൺ കടലപ്പരിപ്പ്, 1/2 ടീസ്പൂൺ ജീരകം, നല്ല ജീരകട്ട, കറിവേപ്പില ഇട്ട് നല്ലതുപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കണം. വറ്റൽമുളകും ഇട്ട് കൊടുക്കാട്ട. ഇത് നല്ലതുപോലെ മൂപ്പിച്ചതിന് ശേഷം ഇതിലേക്ക് 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുത്ത് വീണ്ടും നല്ലതുപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കണം. 2 പച്ചമുളക് നടുകീറിയതും കൂടെ തന്നെ 1 സബോള പൊടിപ്പൊടിയായി കട്ട് ചെയ്തതും ഇട്ട് കൊടുക്കുക. സബോള ഗോൾഡൻ കളർ ആവുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കണം. ഇപ്പോൾ ഇതേ ഗോൾഡൻ കളറായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 3 തക്കാളി മിക്സിയുടെ ജാറിലിട്ടിട്ട് അടിച്ചെടുത്താട്ട ടൊമാറ്റോ പ്യൂരി ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് തക്കാളി നല്ലതുപോലെ ഒന്ന് കുക്ക് ചെയ്തെടുക്കണം. ഇപ്പോൾ തക്കാളിയിലത്തെ വെള്ളമൊക്കെ വറ്റി നല്ലതുപോലെ കുക്കായി വന്നിട്ടുണ്ട്. ഈ ടൈമിൽ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ കാശ്മീരി റെഡ് ചില്ലി പൗഡർ ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം. പൊടികളുടെ റോസ് സ്മെല്ല് മാറുന്നത് വരെ ഇളക്കി കൊടുക്കുക. ഇനി ഇതിലേക്ക് 1/4 കപ്പ് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് വീണ്ടും നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. വെള്ളമൊക്കെ ഒന്ന് വറ്റി ഇതേപോലെ ആവുമ്പോൾ അതിലേക്ക് റൈസ് ഇട്ട് കൊടുക്കാം. ഞാനിവിടെ ജീരകശാല അരിയാണ് എടുത്തിരിക്കുന്നത്. അത് വേവിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് തണുക്കാനായിട്ട് പാത്രത്തിൽ പരത്തി വെച്ചിരിക്കുകയായിരുന്നു. അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നമ്മൾ അരി വേവിച്ചെടുക്കുന്ന പോലെ തന്നെ വേവിച്ചെടുക്കാം കേട്ടോ. ഊറ്റിയെടുക്കുക. ചോറൊക്കെ ഇട്ട് കൊടുത്തതിന് ശേഷം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ. ഇതിപ്പോൾ നല്ലതുപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ഗീ ചേർത്ത് കൊടുത്ത് ഒന്ന് ഇതുപോലെ ഒന്ന് പൊത്തി വെക്കുക കേട്ടോ. ഇത് ഓപ്ഷനിലാണ്. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ചേർത്താൽ മതി കേട്ടോ. എന്നിട്ട് 1 മിനിറ്റ് നേരം ഒന്ന് മൂടി വയ്ക്കാം. ഇപ്പം ഇത് നമ്മുടെ റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കാം. കുറച്ച് തൈര് മാത്രം ഉണ്ടായാൽ മതി ഈ ചോറ് കഴിക്കാനായിട്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്ക് ഒന്ന് അറിയിക്കാം. നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് ആ ബെല്ലൈക്കൺ ഒന്ന് അമർത്തുക. അപ്പം ഞാനിടുന്ന ഇതുപോലുള്ള വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടും. ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. നിങ്ങളുടെ സപ്പോർട്ടാണ് വേണ്ടത്. പ്ലീസ് ഒന്ന് സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.